കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മോൾ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ചായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് പ്രണവ് പ്രവീൺ അവർ അടിയായി, ഇപ്പോൾ അവർ വീണ്ടും സോൾവായി. പ്രണവ് പ്രവീൺ എനിക്ക് അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടിട്ടുണ്ട്. കൂടുതലും ഷോർട്സാണ്. ഭയങ്കര ഡാൻസേഴ്സ് അല്ലേ, നല്ല രസം അവരുടെ വീഡിയോസ് കാണാൻ. അപ്പം ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുമല്ലോ ഈ റിയൽ ലൈഫും റിയൽ ലൈഫും എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്ന്. നമ്മൾ ഈ കാണുന്ന പോലൊന്നും അല്ല ശരിക്കും ഇവരുടെ ജീവിതം. ഞാൻ ഇവരുടെ ഷോർട്സൊക്കെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു, അയ്യോ എന്ത് നല്ല ജീവിതമാണ്. അതായത് ഭയങ്കര സ്നേഹം, അപ്പനും അമ്മയ്ക്കും മക്കളോട് ഭയങ്കര സ്നേഹം, മക്കൾക്ക് തിരിച്ചങ്ങോട്ട് അതുപോലെ കയറി വന്ന മരുമോളോട് അത്രയ്ക്ക് സ്നേഹം, മരുമോളെ നിലത്ത് വയ്ക്കാതെ കൊണ്ട് നടക്കുന്നു. എൻ്റെ ദൈവമേ എന്തൊക്കെയായിരുന്നു ഇത്. ഇങ്ങനെയുള്ളവരും ഉണ്ട്, ഇങ്ങനെയുള്ളവരും കാണും കേട്ടോ. കൂടുതലും കാണാൻ ചാൻസ് ഇല്ല, പക്ഷെ എന്നാലും കാണും. പക്ഷേ ഇവരുടെ ഈ പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഇവരുടെ വഴക്കിൻ്റെ ആ റീസൺ അറിഞ്ഞപ്പം ശരിക്കും അതൊരു ഷോക്കായിപ്പോയി. കാരണം ഇവരെന്താണോ വീഡിയോസിൽ കാണിക്കുന്നത് അതേ അല്ല ആക്ച്വലി ആ വീട്ടിൽ നടന്നത്. ഇതൊന്ന് കണ്ടു നോക്ക്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത്. അതാണ് സത്യം. കണ്ണീര് വന്നെന്ന് പറഞ്ഞ് അതൊരിക്കലും സത്യമാവുന്നില്ല. അപ്പോൾ ഇതിൽ അവരുടെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ പാർഷ്യാലിറ്റിയാണ് പ്രശ്നം. അതായത് പേരൻസിന് മൂത്ത മകനോട് താല്പര്യമില്ല, ഇളയാളോടാണ് താല്പര്യം. അപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. കാരണം ഒരു പേരൻസും അങ്ങനെ മക്കളോട് പാർഷ്യാലിറ്റി കാണിക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അങ്ങനെയുള്ളവർ കാണും. എന്നാലും പറയുക, മൂത്ത മകൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്നേഹം ഇളയ മകനോട് കാണിക്കുന്നു, മൂത്ത ആൾക്ക് കുഞ്ഞുനാൾ തൊട്ടേ ഒരു വിവേചനം പേരൻസ് കാണിക്കുന്നുണ്ട്, അങ്ങനെ എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല പുള്ളിയുടെ മാരേജിന് ശേഷം മരുമോളോടും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് പേരൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ അവരുടെ വീട്ടിൽ നടന്നൊരു കാര്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് അതൊരു വല്ലാത്ത സംഭവമായിപ്പോയി. പക്ഷെ ഒരിക്കലും അത് അവരുടെ കുടുംബകാര്യം ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അവർക്കാണെങ്കിൽ ഭയങ്കര ഫോളോവേഴ്സും അവരുടെ വീഡിയോസൊക്കെ ഭയങ്കര റീച്ചൊക്കെയാണ്. അപ്പം അത്രയും നല്ല ഒരു ലെവലിൽ പോയിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത് ഭയങ്കര, അതായത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടിയായിപ്പോയി അല്ലേ. ഇനിയിപ്പോൾ ഇവർ എത്ര നന്നായിട്ട് ഇപ്പം റീജോയിൻ ചെയ്യുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്. കാരണമുണ്ട്. അതിൽ ആ മൂത്ത മകൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. ഒരു മക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുണ്ടെന്ന് പറയുക, രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. ഫാദർ ഉപദ്രവിച്ചു, അതുപോലെ ബ്രദർ ഉപദ്രവിച്ചു. മാത്രമല്ല അമ്മയാണെങ്കിൽ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തും ആയിക്കോട്ടെ, ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമുക്ക് അവരുടെ ആ ഒരു വില അങ്ങ് പോയി. ഇനി അവർ സ്നേഹിച്ചാലും എന്തൊക്കെ ഇനി അവർ ഓൺ സ്ക്രീനിൽ കാണിച്ചാലും നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഉൾക്കൊണ്ടില്ലെങ്കിലും അവർക്കൊന്നും വിഷയമില്ല. എങ്കിലും ഞാൻ പറയാമെങ്കിലും നമുക്കൊരിത് തോന്നത്തില്ലേ. പക്ഷേ ഞാൻ ഓർക്കറിയാം, എനിക്ക് ഈ ഒരു ഇഷ്യൂ ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന് മീര ജാസ്മിൻ ഫേമസ് ആയി നിന്ന സമയത്ത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഫാദറുമായിട്ട്. അത് ഫിനാൻഷ്യൽ പ്രോബ്ലം എന്തോ ആയിരുന്നു, ഫിനാൻഷ്യലി എന്തോ ഇഷ്യൂ അവർക്ക് രണ്ടുപേർക്ക് ഇടയിലുണ്ടായത്. അപ്പോൾ അതും ഇതുപോലെ ഇതൊക്കെ എന്തിനാ ഈ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നേ? എത്ര വഴക്കുണ്ടായാലും അപ്പനും അമ്മയും മക്കളും തമ്മിലല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് സോൾവ് ആകും. ഇവിടെ എനിക്കെന്തായാലും ഇതിൽ പറയാനുള്ളത്, ഈ പ്രണവും പ്രവീണും അവർ അടിയുണ്ടാക്കുകയോ അവർ വീണ്ടും സ്നേഹത്തോടിരിക്കുകയോ അവർ കാണിച്ചോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ പേരൻസിനെ വേദനിപ്പിക്കാതിരിക്കുക, അവരുടെ കണ്ണ് നിറയാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അവർ ക്ഷമിക്കും നമ്മളോട്, അതവരുടെ നേച്ചറാണ്. നമ്മുടെ മാതാപിതാക്കൾ അവർ നമ്മളോട് ക്ഷമിക്കും. പക്ഷെ നമ്മളവരെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം അവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു തിരിച്ചടി നമുക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, പേരൻസ്
കുട്ടികളോട് പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കുക. കുട്ടികളെല്ലാം ഒരുപോലെയുള്ളൂ. അപ്പോൾ അവിടെ അവർക്കിടയിൽ നോർമലി അങ്ങനെ പേരൻസ് കാണിക്കാറില്ല, പക്ഷേ ചില കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകാം. അപ്പോൾ അതിനൊരു ഇട ഉണ്ടാക്കാതിരിക്കുക. അത് മാത്രമാണ് എനിക്കിതിൽ പറയാനുള്ളത്.